ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഈസി 5 മിനിറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അധികം വൈകാതെ കടക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള 5 മിനിറ്റ് റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്താവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിതാ കാണിച്ചു തരികയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താ വെച്ചാൽ സ്പാനിഷ് ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്പാനിഷ് ഓംലെറ്റിന് വേണ്ട ഐറ്റംസാണ് ഇതാ കാണുന്നത്. പെപ്പർ, പൊട്ടാറ്റോസ്, ഓണിയൻസ്, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പം ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാനിത് തൊലി കളഞ്ഞ് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ പീസസായിട്ട്. എന്നിട്ട് അത് അതിനകത്തുള്ള സ്റ്റാർച്ചൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇതുപോലെ കൈ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു ടവലിൽ അതിൻ്റെ വെള്ളമൊക്കെ ഈർപ്പമൊക്കെ തുടച്ച് കളഞ്ഞ് അതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുക്കുക. പാൻ ചൂടായി വരുന്ന സമയത്തേനും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസും പിന്നെ ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഈ ഉള്ളിയും, അതായത് വലിയ ഉള്ളിയില്ലേ, സവാളയും പിന്നെ ഈ പൊട്ടാറ്റോസും ബ്രൗൺ കളറാവുന്നവരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിപ്പം വീട്ടിലൊക്കെ അല്ലേ, അപ്പം ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിലും ആർക്കാണെങ്കിലും അപ്പം കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഈസിയാണ്. 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അങ്ങനെ എന്ത് വേണമായിട്ട് കഴിക്കാം. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം പ്രത്യേകിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു പണിയുമില്ല, ഇത്രയേ ഉള്ളൂ കാര്യം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പം ഓഫീസിലേക്ക് പോകാൻ രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആയില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകണമല്ലോ, ആ സമയത്തും ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അത് മാറ്റിയിട്ട് നമ്മളൊരു ബൗളിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 2 മുട്ടയോ 3 മുട്ടയോ എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നിങ്ങൾ എത്ര വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മുട്ടയും ആഡ് ചെയ്യുക. ഞാനിവിടെ 2 മുട്ടയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആയ ശേഷം തിരിച്ച് വീണ്ടും അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയുള്ള പരിപാടി. എന്നിട്ട് അത് അവിടെ കിടന്ന് ചൂടായിക്കോളൂ കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് പാകമായി വരാൻ നമ്മൾ ടൈം കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സൈഡ് നന്നായിട്ട് കുക്കായ ശേഷം നമ്മൾ മറിച്ചിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇത്ര സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. ഇനി ആരും മടി പിടിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് മതി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ വയറ് ഫുള്ളാവും. കാരണം അത്രയും നമുക്ക് പ്രോട്ടീൻസ് ഒക്കെ ഉള്ള എല്ലാ കണ്ടൻറ്റൊക്കെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കൊറോണയൊക്കെ ആണല്ലോ അല്ലേ, അപ്പം പുറത്ത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കടകളിൽ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം ഇടയ്ക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കൊറോണ കാലമാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.